അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ അഥവാ മെസ്സേജിങ് നമ്മൾ മൊബൈൽ ആപ്പിലോട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സെക്ഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ എന്നുള്ള മൊഡ്യൂളിന് താഴെ ആണ്. നമുക്ക് രണ്ട് രൂപത്തിൽ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാം. ഇൻഡിവിജ്വൽ അഥവാ വ്യക്തിപരമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യാം. അതല്ലെങ്കിൽ കളക്ഷൻ നമ്മൾ നേരത്തെ മുന്നുള്ള വീഡിയോയിൽ മെമ്പർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു. ഞാനിവിടെ ഒന്നും കൂടി അത് വിശദീകരിക്കുന്നു. നമ്മൾ സർവേ ചെയ്തതിൽ നിന്നും നമുക്ക് വിവിധ തരം മെമ്പർ റിപ്പോർട്ടുകൾ എടുക്കാം. ഉദാഹരണം പറയാം, നമ്മുടെ മഹല്ല് മെമ്പേഴ്സ്, അത് ഒരു കളക്ഷനായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ്. അതല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള കളക്ഷൻ, അങ്ങനെ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പേഷ്യൻ്റ്, രോഗികളായ വ്യക്തികൾ ആരൊക്കെ എന്നുള്ളത് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്ന രൂപം നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു രൂപം ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് മെമ്പർ അഥവാ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിവിജ്വൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രം ആണ്, ഞാനവിടെ സെക്രട്ടറി കൊടുത്തു. ടു ആണ്, ഞാൻ ഒരു വ്യക്തിയെ നോട്ടിഫിക്കേഷൻ അഥവാ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ അവിടെ സെലക്ട് ചെയ്തു. ഒരു ടൈറ്റിൽ കൊടുത്തു. ഉദാഹരണത്തിന് സബ് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. ഞാൻ ഒരു സബ് ടൈറ്റിൽ ഉദാഹരണത്തിന് കൊടുത്തു. എന്താണോ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ചൂസ് ഫയലുണ്ട്. ഞാനിവിടെ ഫയലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇമേജ് എനിക്ക് ഉപയോഗപ്പെടുത്താം. സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത അതേ സമയം തന്നെ മൊബൈൽ ആപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ തന്നെ ഫ്രണ്ട് സ്ക്രീനിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം, സ്ക്രീനിൽ നമുക്കിവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ഇനി അത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ് എന്താണ് നോട്ടിഫിക്കേഷൻ അയച്ചത് എന്നുള്ളത്. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻ അയക്കുന്ന രൂപം. ഇനി നമുക്ക് കളക്ഷൻ നോട്ടിഫിക്കേഷൻ അയക്കുന്ന രൂപം എങ്ങനെയെന്ന് നോക്കാം. കളക്ഷൻ നോട്ടിഫിക്കേഷൻ അയക്കുന്നതിന് മുൻപ് നമുക്ക് മെമ്പർ എന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് പോകണം. മെമ്പേഴ്സ് എന്നുള്ള റിപ്പോർട്ട് എടുക്കുക. ഇവിടെയാണ് ഇവിടെ കളക്ഷൻ രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷൻ രൂപപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ നാട്ടിൽ പേഷ്യൻ്റായിട്ടുള്ള രോഗികളെ ഞാനൊരു കളക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയുള്ള വ്യക്തികളെ ഇവിടെ സെലക്ട് ചെയ്തു. അവരെ ഞാനൊരു കളക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ അവർക്ക് പേര് കൊടുത്തു, പേഷ്യൻ്റ് മെമ്പേഴ്സ് എന്നൊരു പേര് കൊടുത്തു. ആ കളക്ഷൻ്റെ പേര് സബ്മിറ്റ് ചെയ്തു. ഓക്കെ,
നേരത്തെ മുന്നേ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് അൺമാരീഡ് മെമ്പേഴ്സ് എന്നുള്ളത്. അത് നേരത്തെ മുന്നേ നമ്മളൊരു റിപ്പോർട്ട് എടുക്കുന്ന രൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ മെമ്പേഴ്സ് റിപ്പോർട്ടും ഫാമിലി റിപ്പോർട്ടും. അവിടെ ഒരു ഉദാഹരണത്തിന് ചെയ്തായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രൂപം എന്നുള്ളത്, അതിലോട്ട് എങ്ങനെ മെസ്സേജ് അയക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കളക്ഷനിലോട്ട് എങ്ങനെയാണ് മെസ്സേജ് അയക്കുക എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. കളക്ഷൻ എന്നുള്ളൊരു ലിങ്ക് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ്റെ താഴത്തെ കളക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫ്രം സെക്രട്ടറി ഇവിടെ കൊടുത്തു. നമുക്ക് പേഷ്യൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ആണ് നമ്മൾ നോട്ടിഫിക്കേഷൻ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരെ സെലക്ട് ചെയ്യുക. ഒരു ടൈറ്റിൽ കൊടുക്കുക. ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തു. സബ് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. വേണ്ട ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. അവർക്കൊരു ക്യാമ്പയിൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എന്ത് ചെയ്യാം നമുക്കിവിടെ കൊടുക്കാം. ചൂസ് ഫയലിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റായി എടുത്തിട്ടുള്ള എല്ലാ മെമ്പർമാരിലോട്ടും ഈ ഒരു മെസ്സേജ് പോകുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കളക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മെമ്പേഴ്സിൽ പോവാം. മെമ്പേഴ്സിൽ പോകുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ അഥവാ നമ്മളെ മഹലിലെ എല്ലാ മെമ്പർമാരെയും ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. അവരെ നമുക്ക് എന്ത് ചെയ്യാം, മഹല്ല് മെമ്പേഴ്സ് എന്നുള്ള രൂപത്തിൽ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്ത ഓപ്ഷനുകളിൽ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആഡ് ടു കളക്ഷൻ എന്ന് കൊടുക്കാം. ഓൾ മഹല്ല് മെമ്പേഴ്സ് എന്നുള്ള കളക്ഷൻ നെയിം നമ്മൾ കൊടുത്തു. സബ്മിറ്റ് ചെയ്തു. ലിസ്റ്റ് ചെയ്ത എല്ലാ കളക്ഷനുകളും ഇവിടെ കാണാം. ഇനി നോട്ടിഫിക്കേഷനിലോട്ട് വരുന്നു. കളക്ഷൻ നോട്ടിഫിക്കേഷനിലോട്ട് പോകുന്നു. ക്രിയേറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തു. സെക്രട്ടറി ഫ്രം സെക്രട്ടറി നമ്മളിവിടെ കൊടുത്തു. ഓൾ മഹൽ മെമ്പേഴ്സ് ടൈറ്റിൽ ഇവിടെ വേണ്ട ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിൽ കൊടുക്കാം. വേണ്ട ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മഹലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളിലോട്ടും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ജനറൽ കമ്മിറ്റി മീറ്റിംഗ് എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് മെസ്സേജിങ് അഥവാ നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോട്ട് അയക്കുന്ന രൂപം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റൊരു മൊഡ്യൂളിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.